ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ കുട്ടികളുടെ അമ്മയാവാൻ നീ വരുവോന്ന്? ഇതിനുള്ള മറുപടി ഞാൻ ഇവളോട് പറയണോ അതോ നിന്നോട് പറയണോ? അല്ലെങ്കിൽ വേണ്ട, ഇവളെ കൊണ്ട് തന്നെ ഇതിന്റെ മറുപടി ഞാൻ പറയിക്കാം. പറയടി, അവനുമായി നിനക്കിനി ഒരു ബന്ധമില്ലെന്ന് പറയാൻ പറയടി. എന്റെ രാഘവേട്ട, നിങ്ങൾ ഇങ്ങനെയൊന്നും പറയാതെ. ഇങ്ങനെയൊക്കെ വരുമെന്നോർത്താണോ നമ്മൾ ഓരോന്നൊക്കെ ചെയ്യുന്നേ? പിന്നെ ഏതൊരു തൊഴിലും പരിചയമായി വരാൻ കുറച്ചു കാലതാമസം എടുക്കുമല്ലോ. അവനെ അപ്പോ നീ പിന്നെ തല്ലുള്ളികൾ പരിപാടിയല്ലേ? വിഷ്ണുവിന്റെ കൈക്കരുത്തിന്റെയും മനക്കെട്ടിയുടെയും തന്റെ അടുത്തിന്റെയും പുറത്താ വാങ്ങിക്കുന്നവർക്ക് കൃത്യമായിട്ട് പലിശക്കാശ് തരുന്നതേ. അല്ലാതെ സത്യഭാമയുടെ മഹത്വം കൊണ്ടൊന്നും അല്ല. അത് നീ ആദ്യം മനസ്സിലാക്ക്. നീ അയക്കുന്നത് ആരായാലും അവരുടെ കയ്യിൽ വാങ്ങിക്കുന്നവർ പണം കൊടുത്തോളും എന്ന നിന്റെ ഈ അതിര് കവിഞ്ഞുള്ള ആത്മവിശ്വാസം ഉണ്ടല്ലോ, അത് നിന്റെ മനസ്സിൽ നിന്ന് ആദ്യം എടുത്ത് മാറ്റിക്കളാ. ഒരാളില്ലെങ്കിൽ മറ്റൊരാൾ, അത്രമാത്രം ഞാൻ ചിന്തിച്ചുള്ളൂ. അതെ, അത് നിന്റെ കീഴിൽ കണക്കെഴുതിരിക്കുന്ന ആളാണ് ഓക്കെ. അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ പണിയെടുക്കുന്ന ആ രാമനില്ലേ, അല്ലെങ്കിൽ രാമന്റെ സ്ഥാനത്ത് മറ്റൊരാള്. പക്ഷേ അതുപോലൊന്നും അല്ല ഈ പണിയെ. ഈ ജോലിക്ക് പ്രത്യേകിച്ച് മെരുക്കവും കഴിവും ഒക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അത് നമ്മുടെ രോഹിത്തിനില്ലെന്നാ ഞാൻ പറഞ്ഞത്. ഇതിപ്പോ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചില്ലേ, ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? കാര്യമുണ്ട് ഭാമേ. നീ ഒരിടങ്ങ് മാറിപ്പോയെന്നേ. എല്ലാം വെട്ടുപിടിക്കാനുള്ള പറക്കം പാച്ചില് നീ പലതും കാണുന്നില്ല. ഇല്ല. അതെ, നീ ഒരു കാര്യം ഓർക്കണം. പണത്തിനായുള്ള നിന്റെ പരക്കം പാച്ചി തുടങ്ങിയ തൊട്ടു പിന്നാലെ ഒരു പെണ്ണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട്. അതൊരു അശുഭ സൂചകമായ കാര്യം തന്നെ. വരാനിരിക്കുന്ന ഏതോ ഒരു വലിയ ആപത്തിന്റെ സൂചന. ഇത് നീ ഭയക്കണം, അല്ല നമ്മൾ ഭയക്കണം. അതെ, ആരും ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് നമ്മൾ ഈ കാണുന്നതൊക്കെ ഉണ്ടാക്കിയത് പലിശ പണം കൊണ്ട് തന്നെയാ. അത് നീയായിട്ട് കൊടുത്തതേ നിന്റെ യൗവനാ. അത് ഞാൻ ഭാവിയെ ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. പിന്നെ നീ അല്ല രോഹിത് എന്നുള്ള സത്യവും. വിഷ്ണു, രോഹിത്തിന്റെ കാര്യത്തിൽ നീ എന്താടാ പറയുന്നേ? അവനെ ഈ പണിക്ക് ശരിയാവില്ലേ? എന്റെ അമ്മ, ഏത് ജോലിക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ആദ്യം ഉണ്ടാവും. കൊണ്ടും കൊടുത്തൊക്കെ തന്നെ ഇവിടെ എല്ലാവരും എല്ലാം നേടിയിരിക്കുന്നേ. അല്ലറ ചില്ലറ തട്ടുമുട്ടൊക്കെ കിട്ടണം, എന്നാലേ തിരിച്ചു കൊടുക്കാനുള്ള ആവേശം കിട്ടൂ. പിന്നെ ഏത് ബിസിനസിന് റിസ്ക് ഇല്ലാത്ത ഇത്രയും നാളത്തെ ജീവിതത്തിനിടയിൽ ഞാൻ അഴിക്കാത്ത കുരുക്കുകളോ ഒഴിവാക്കാത്ത റിസ്കുകളോ ഇല്ല. പിന്നെ പോലീസ് കേസുകൾ തന്നെ എത്ര എണ്ണ, അതിന്റെ എണ്ണം പോലും പറയാൻ പറ്റില്ല. അതിന് മാത്രം കേസുണ്ട്. ഇതിപ്പോ എന്താ, ചെറിയൊരു കയ്യാങ്കളി, അത്രയല്ലേ ഉള്ളൂ. രോഹിത്തിനെ ഞാൻ ശരിയാക്കിയെടുക്കും. എടാ, ഇതിന്റെ പേരിൽ അവന്റെ ജീവിതം ഇല്ലാതാവരുത്, അത്രയും ഞാൻ പറയുന്നുള്ളൂ. അച്ഛാ, അതൊരു നിസ്സാര പ്രശ്നമാണ്. അത് അവരെ ചെറിയൊരു കുടുംബ പ്രശ്നം. അതിപ്പോ ഇന്നല്ലെങ്കിൽ നാളെ തീരും, അല്ലെങ്കിൽ നമ്മൾ തീർക്കും. എന്താ ഇപ്പൊ നിങ്ങൾക്ക് സമാധാനമായല്ലോ അല്ലേ? രോഹിത്തിന്റെ ജീവിതം പോവും എന്നും പറഞ്ഞല്ലേ രാഘവേട്ടന് പരാതി ഉണ്ടായിരുന്നത്. അതിന് പരിഹാരം കാണാന്നാ അവൻ പറയുന്നത്. തീർന്നല്ലോ നിങ്ങളുടെ പരാതിയും പരിഭവം ഒക്കെ. ഇനി അവൻ പോയി കഴിഞ്ഞ ശേഷം എന്നോട് ഇതും പറഞ്ഞോണ്ട് വന്നേക്കല്ലേ കേട്ടോ. ഏയ് അമ്മ, ഒന്ന് നിർത്ത്. ആ കാര്യം ആലോചിച്ച് നിങ്ങൾ ആരും വേവലാതിപ്പെടണ്ട. അതിനുള്ള വഴി ഞാൻ കണ്ടോളൂന്ന് പറഞ്ഞല്ലോ. ഞാനിത് ഇറങ്ങും അങ്ങോട്ട്. ആമേ, വിഷ്ണു ഉണ്ടെങ്കിൽ നിന്റെ ബിസിനസ് ഭംഗിയായിട്ട് നടക്കും. അവൻ എന്നിതിൽ നിന്ന് മനമെടുത്ത് പിന്മാറുന്നുവോ അന്ന് അവസാനിപ്പിച്ചേക്കണം നിന്റെ ഈ പണമിടപാട്. ഒരിക്കലും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ എന്റെ അനുഭവം ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ചിന്തയിൽ പോലും ഇനി ഉണ്ടാവാൻ പാടില്ല. ഈ ഉള്ളതൊക്കെ മതി, ഇനി കൂടുതലൊന്നും ഉണ്ടാക്കാൻ പോണ്ട. അവനെ എപ്പോഴെങ്കിലും ഒന്നുകൂടൊന്ന് ചിന്തിക്കട്ടെ, എന്നിട്ട് ആലോചിച്ചാ പോരെ ഈ പറഞ്ഞതൊക്കെ, നിങ്ങളുടെ ഈ കുറ്റപ്പെടുത്തലും ഒക്കെ. ഒന്ന് മാറുള്ളേ അങ്ങോട്ട്.
പറഞ്ഞാ കേൾക്കത്തില്ല, പിന്നെന്ത് ചെയ്യാനാ? ഇതെവിടെയെങ്കിലും കൊണ്ടുവന്ന് അവസാനിപ്പിച്ചല്ലേ പറ്റൂ. അത് നല്ല രീതിയിൽ ആയാ മതിയായിരുന്നു. ഹലോ ഡേസി. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാൻ വിളിച്ചാണോ? പ്ലാമൂട്ടിലെ യോഹന്നാന്റെ സന്തതിയല്ലേ? അങ്ങനെ ഇങ്ങനെയൊന്നും നിന്നെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. നീയായിട്ട് അതിനിറങ്ങി പുറപ്പെടുകയില്ല. എന്നെ അവര് പിടിച്ചോണ്ട് വന്നിട്ട് എന്ത് ചെയ്തെന്നെങ്കിൽ നിനക്കൊന്ന് തിരക്കായിരുന്നു. നിന്നെ പിടിച്ചോണ്ടുപോയത് നിന്റെ ആങ്ങളയല്ലേ? പിന്നെ വില്ലന്റെ മകളെ നായകൻ പ്രേമിക്കുമ്പോ അടിയിടിയൊക്കെ ഉണ്ടാവും. അതൊക്കെ സഹിക്കാൻ തയ്യാറായ മാത്രമേ പ്രേമം വിജയിക്കൂ. അതുകൊണ്ട് അത് വിട്. ഇപ്പൊ നിന്റെ അവസ്ഥ എന്താ? പരിതാപകരമാണോ? പരിതാപകരമാണെങ്കിൽ അല്ല, ഞാൻ വന്ന് വിളിച്ചാ നീ വരുവോ? എന്തിന്? എടി പോത്തെ, എന്റെ കുട്ടികളുടെ അമ്മയാവാൻ നീ വരുവോന്നാണ് ചോദിച്ചത്. ഫോൺ എന്റെ കുട്ടികളുടെ അമ്മയാവാൻ നീ വരുവോന്ന്. ഇതിനുള്ള മറുപടി ഞാൻ ഇവളോട് പറയണോ അതോ നിന്നോട് പറയണോ? അല്ലെങ്കിൽ വേണ്ട, ഇവളെ കൊണ്ട് തന്നെ ഇതിന്റെ മറുപടി ഞാൻ പറയിക്കാം. പറയടി, അവനുമായി നിനക്കിനി ഒരു ബന്ധമില്ലെന്ന് പറയാൻ പറയടി. കേട്ടോടാ, അവളുടെ കർണം പുകച്ചൊന്ന് കൊടുത്തതിന്റെ ശബ്ദം നീ കേട്ടല്ലോ. ഇതുപോലെ ഓരോ മണിക്കൂർ ഇടവിട്ടും ഇവളെ നിന്നിൽ നിന്ന് പറിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഞങ്ങള്. ഇവള് മാറുന്നവരെ, നിന്നെ ഇവള് മറക്കുന്നവരെ ഞാൻ ഇവളെ ഇങ്ങനെ തല്ലിക്കൊണ്ടേയിരിക്കും. ബാധ ഒഴിവാക്കുന്ന ഒരു പരിപാടി നീ കേട്ടിട്ടുണ്ടോ? നീ ഇപ്പോ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു കയറിയ ഒരു ബാധയാ. അത് ഒഴിവാക്കാൻ ചൂരല്ല നല്ലത്. ചൂരയില്ലാത്തോണ്ട് ഞാൻ കൈവച്ചെന്നേ ഉള്ളൂ. ആരടാ ഫോണില്? ആ മാണിക്കത്തെ ശിവനാ. എന്താണ് അവന്റെ പ്രശ്നം? അവന് ഇപ്പൊ ഇവളെ വിളിച്ചിറക്കിക്കൊണ്ട് പോണോന്ന്. അവന്റെ കുട്ടികളുടെ അമ്മയാക്കാൻ വേണ്ടി. അത്രയ്ക്ക് തിളച്ചിരിക്കുകയാണോ അവൻ? എന്നാ പിന്നെ ആ ഫോണിങ് തന്നെ രണ്ടെണ്ണം എന്റെ വായിന്നൂടി കേൾക്കണമെന്ന് അവൻ ശാഠ്യം പിടിച്ച പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഫോണിങ് തന്നെ ഇങ്ങ് തന്നെ. എടാ കൊച്ചനെ,